പഠിക്കണം, അല്ലെങ്കിൽ ജോലിക്ക് പോകാനാണെങ്കിൽ എന്ത് ജോലി സെലക്ട് ചെയ്യണം അതിനെ കുറിച്ച് 2 3 4 5 6 7 8 12 ഗൈസ്, ഇതാണ് നമ്മുടെ 3 അംഗ സംഘം. 3 ആൾ ഒരുമിച്ചാണ് നടക്കല്. 3 ആളും പൊളിയാണ്. എന്തൊക്കെയാ പറയാനുള്ളത്? ഇനി നിങ്ങളൊന്ന് 3 ആളിങ്ങനെ നടക്കുവോ കോളേജ് കഴിഞ്ഞാലും? കുറച്ച് ഗൈസ്, ഇതിനാണ് നമ്മൾ കരയുടെ ഒന്നും കാര്യമില്ല, വെറുതെ കണ്ണീര് വേസ്റ്റ് ആക്കി. എല്ലാവരും ഇനിയിപ്പോ എന്നെ ഓർക്കുന്നറിയാം, കാരണം ആ ലക്ഷദ്വീപുകാരനാണ്. പക്ഷെ ഇവന്റെ ഒരു ഹെഡ്സെറ്റ് പോയി, അതിൽ ഇവന് നല്ല സങ്കടം. ട്രിപ്പ് പോയപ്പോ ബോളിലേക്ക് ഇന്നെ ഒന്നിട്ട് എന്റെ ചെവിയിലാണ് സാധനം, പക്ഷെ വെള്ളത്തിൽ വീണത് പോയി. വെള്ളത്തിൽ വീണതല്ല, കുറെ അനുഭവിച്ചിട്ടുണ്ട്, കുറെ ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിലും ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ട്രിപ്പ് കഴിഞ്ഞവരാണ് ശരിക്കും കോളേജ് എന്താ, കോളേജ് ലൈഫ് എന്താ അറിഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് നോക്കിയാണെങ്കിൽ കോളേജ്
കിട്ടിയില്ല എവിടെയും. പിന്നെ എന്റെ കസിൻസ് ഒക്കെ 1-2 ആൾക്കാർ ഇവിടെ പഠിച്ചു പോയവരാണ്. ഓരൊക്കെ കോളേജിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയണ ഇവിടെ വരണം എന്ന് ആദ്യം തൊട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അച്ഛനോട് പറഞ്ഞ് ഗുരുവായൂരപ്പങ്ങളിൽ പഠിക്കുന്നത് നല്ല ആഗ്രഹമുണ്ട്. സബ്ജക്ട് ഏതാ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞ് കൊമേഴ്സ് റിലേറ്റഡ് ആണല്ലോ, എന്നാൽ ബികോം എടുക്കാന്ന് പറഞ്ഞു. അല്ലാണ്ട് ഇഷ്ടം കൊണ്ട് എടുത്തോന്നല്ല ബികോം. അപ്പോ അങ്ങനെ അച്ഛൻ്റെ എന്തോ ഭയങ്കര പൈസ ഉള്ളതുകൊണ്ട് മാനേജ്മെന്റിലാണ് ഇവിടെ അഡ്മിഷൻ എടുത്തത്. അപ്പോ വന്ന ടൈമില് കൊണ്ടുവരുന്ന ആൾക്കാരായിട്ട് നിരഞ്ജൻ, ആദിത്യൻ, അങ്ങനെ കേദാർ, അങ്ങനെ രാജേഷ്, ഒരു 3-4 ആൾക്കാരായിട്ട് കമ്പനി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് ഞാൻ സ്വാതി, ദീപി ഇവരൊക്കെ പരിചയപ്പെടുന്നത്. അപ്പോ ലാസ്റ്റിലേക്ക് ഒരുവിധം എല്ലാവരുമായിട്ടും എനിക്ക് കമ്പനി ഉണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ സീനിയേഴ്സിന് ഫെയർവെൽ കൊടുത്ത സമയത്ത് എല്ലാവരും പക്ഷേ മുഴുവനായിട്ട് പറയില്ല. എനിക്ക് എന്ത് പറയാനുള്ളത് മിസ്സിനെ പറ്റിയിട്ടാണ്. ഈ ബസ്സിൽ കയറി കഴിഞ്ഞാല് ഈ ഭയങ്കര ഛർദ്ദിക്കുന്ന പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഫ്രണ്ടിൽ തന്നെയാണ് ഇരുന്നത്. ബാക്കിൽ ഞാൻ ആൾക്കാരൊപ്പം ഞാൻ നോക്കുമ്പോ അന്ന് ഞാനത് പറയണത് വിചാരിച്ചിരുന്നു. പക്ഷെ അന്ന് ഞാൻ വീഡിയോ എടുക്കണത് ലൈവ് പറയാൻ പറ്റില്ല. അപ്പൊ അന്ന് ഒരു കാര്യം ഞാൻ ചെയ്യണമെന്ന് ആദ്യം ഞാൻ വിചാരിച്ചിരുന്നു. സോറി. ക്യാമറ കാത്തിക്കട്ടെ. സ്വാധീനം